ദീർഘമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ അമേരിക്കൻ പൊതുജന അഭിപ്രായം തിരിയില്ലേ? അമേരിക്കൻ കോൺഗ്രസ് എക്കാലത്തും തന്നോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് പോലെ നിന്നു എന്നിരിക്കില്ല. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ആത്യന്തികമായി പിൻവാങ്ങേണ്ടി വരും. അമേരിക്ക അവിടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറും. ഇറാനും പറയും തങ്ങൾക്കും പൂർണ്ണ വിജയം. നേറ്റോ മടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്കറിയാം ഇപ്പോൾ ട്രംപ് ബിസിനസ് കാഴ്ചപ്പാടിലെ എല്ലാം കാണൂ. അതുകൊണ്ട് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കൂടി നടുപൊടിയുന്ന രീതിയിൽ ഒരു യുദ്ധത്തിൽ ഇടപെടാൻ, അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ യൂറോപ്യൻ ശക്തികൾ തയ്യാറാവില്ല. സാധാരണ ജനം ഒരു പ്രക്രിയയിലേക്ക് പണമെത്താനാവാത്ത അവസ്ഥ ഗൾഫിലുണ്ടാകും. അതുണ്ടാക്കുന്ന ഭീതിതമായ ഒരു അവസ്ഥ ഇന്ത്യൻ പ്രവാസികളെ വലച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. വിജയികളില്ലാതെ പോകുന്ന, കൃത്യമായ സമനിലയിൽ പിരിയാൻ പോകുന്ന, അതായെങ്കിൽ സർവനാശം രണ്ട് കൂട്ടർക്കും വ്യത്യസ്തമായ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, ലോകത്തിനെല്ലാം നഷ്ടങ്ങൾ മാത്രം നൽകുന്ന യുദ്ധങ്ങളേ ഉള്ളൂ. ഏത് യുദ്ധവും അങ്ങനെ തന്നെയാണ്. ഇതും തോതിൽ ഏറെ കൂടുതലാണ്. പൂർണ്ണമായി ഇറാനെ കീഴടക്കുക എന്ന അമേരിക്കൻ പദ്ധതി, അങ്ങനെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സാധിക്കില്ല. എപ്സ്റ്റീൻ ഫയലും ഈ യുദ്ധവും തമ്മിൽ എന്ത് ബന്ധമെന്ന് കൂടുതൽ ഗൗരവമായി ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെളിയിലല്ല, അമേരിക്കയ്ക്കുള്ളിൽ. അതുകൊണ്ട് ഇതെങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായി നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. പാർക്ക് റേറ്റിംഗ് വലിയ രീതിയിൽ വിപത്താകുന്നു. ഒരു മാസത്തേക്ക് അത് വേണ്ട എന്ന തീരുമാനം ശുഭോദർക്കമായ ഒരു കാര്യമാണ് ഈ പശ്ചാത്തലത്തിൽ. അപ്പോൾ നാശനഷ്ടങ്ങളുടെ തോത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിഷ്വൽസോ റിപ്പോർട്ടുകളോ ഉതകുന്നതല്ല. ഡോക്ടർ മോഹൻ വർഗീസ്, കഴിഞ്ഞ എപ്പിസോഡിൽ റഷ്യ ചൈന നിലപാടുകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. പുടിൻ മുജ്തബയെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നതും ചൈനയുടെ ഒരു നിലപാടുമെല്ലാമാണ് ചർച്ച ചെയ്തത്. ഇന്ന് ട്രംപിന്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. അക്കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അമേരിക്ക ഇസ്രായേൽ ഇറാൻ സംഘർഷം തുടരുന്നതിനിടെ യുദ്ധം ഏകദേശം അവസാനിച്ചുവെന്ന പ്രഖ്യാപനവുമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഏകദേശം 4-5 ആഴ്ചകൾ യുദ്ധം നീണ്ടു നിൽക്കുമെന്നാണ് പ്രതീക്ഷിച്ചത് എന്നും, എന്നാൽ US വളരെയേറെ മുന്നിലാണ് എന്നും ഇത് വേഗത്തിൽ തന്നെ അവസാനിച്ചു എന്നുമാണ് ട്രംപ് അഭിപ്രായപ്പെട്ടത്. തിങ്കളാഴ്ച CBS ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് ട്രംപ് ഈ ഒരു അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത്. ഇത് യുദ്ധം നിർത്തുന്നതിന് മുൻപുള്ള ട്രംപിന്റെ തന്ത്രമാണോ? ഏത് യുദ്ധത്തിനും ഒരു സമയക്രമം ഉണ്ടാകണം. യുദ്ധം ചെയ്യുന്ന, യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെടുന്ന ശക്തികൾ ഒരു സമയക്രമം നിശ്ചയിച്ചാകണം യുദ്ധത്തിന് പോകുന്നത്. ഒരു പക്ഷേ ആ സമയക്രമം പാലിക്കാൻ കഴിഞ്ഞെന്നിരിക്കില്ല. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ ആഴ്ചകൾക്കുള്ളിൽ തങ്ങളുടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ച് യുദ്ധം അവസാനിപ്പിക്കാം. ആരും അചന്ദ്രതാരം എക്കാലത്ത് നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന്, ജീവിതാവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു യുദ്ധത്തിന് ആരും തയ്യാറായി പുറപ്പെടില്ല. അവിടെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഇപ്പോൾ ഇതാ തങ്ങൾക്ക് മതിയായിരിക്കുന്നു, പിന്മാറാൻ ഉള്ള ഏർലി സൂചന എന്ന നിലയിലാണ് ട്രംപിൻ്റെ സംസാരം. ഇതിൽ കൂടുതൽ അർത്ഥങ്ങൾ വായിച്ചെടുക്കാനാവുമോ എന്നതാണ് ചോദ്യം. യഥാർത്ഥത്തിൽ ട്രംപ് അനുഭവിക്കുന്ന ഒരു വൈതരണിയുണ്ട്. ട്രംപ് എന്ന വ്യക്തിയുടെ ഒരു യുദ്ധം മാത്രമല്ല, ഇത് അമേരിക്കയുടെ യുദ്ധമാണ്, ഇസ്രയേലിൻ്റെ യുദ്ധമാണ്, ഇസ്രയേലിന് വേണ്ടി അമേരിക്ക ചെയ്യുന്ന യുദ്ധമാണ്. ഇതെല്ലാം ശരിയായി വരും പല അർത്ഥത്തിൽ അത് നോക്കുമ്പോൾ, പല ആംഗിളിൽ നോക്കുമ്പോൾ. അങ്ങനെയെങ്കിൽ ട്രംപ് എങ്ങനെയാണ് തീരുമാനങ്ങൾ എടുക്കുക? ആത്യന്തികമായി തീരുമാനങ്ങൾ എടുത്ത് പ്രഖ്യാപിക്കേണ്ട ചുമതല ട്രംപിൻ്റെതാണല്ലോ. അവിടെയാണ് ഒരു വൈരുദ്ധ്യം. ദീർഘമായി നീണ്ടു നിൽക്കുന്ന യുദ്ധത്തിൽ അമേരിക്കൻ പൊതുജന അഭിപ്രായം തിരിയില്ലേ? അമേരിക്കൻ കോൺഗ്രസ് എക്കാലത്തും തന്നോടൊപ്പം ഇപ്പോൾ നിൽക്കുന്നത് പോലെ നിന്നു എന്നിരിക്കില്ല. ലോകരാജ്യങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് ഉണ്ടാകുന്ന സമ്മർദ്ദം, അതുമാത്രമല്ല ഗൾഫ് മേഖല ആകപ്പാടെ അശാന്തിയിലാകുമ്പോൾ അമേരിക്കയുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അത് ചെറിയ ദോഷം ചെയ്യില്ലേ? ന്യായമായ ചോദ്യങ്ങളാണ്. അതുകൊണ്ടാണ് ചില സാധ്യതകൾ ട്രംപ് മുൻകൂട്ടി പറയുന്നു. ട്രംപ് ഒരു നിമിഷം പറയുന്നു മുജ്തബ ഖൊമേനി പുതിയ നേതാവാണ്, തങ്ങൾ അംഗീകരിക്കില്ല, തങ്ങൾ നിശ്ചയിക്കുന്ന ആളിനെ ഞങ്ങൾ പറയുന്ന ആളിനെ നിങ്ങൾ നിശ്ചയിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ നിശ്ചയിക്കുന്ന ആൾ ഞങ്ങൾക്ക് സ്വീകാര്യനാവണം, ആ ആളുമായി ഞങ്ങൾ ഉടമ്പടിയിൽ ഒപ്പിടും, അങ്ങനെ മാത്രമേ യുദ്ധം നിൽക്കൂ എന്നാണല്ലോ ട്രംപ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ പറയുന്നു ഓൾ ഔട്ട് വാർ എന്ന് പറയുന്നു. അതേ ശ്വാസത്തിൽ പിറ്റേ ദിവസം പറയുന്നു ഞങ്ങൾ ഒരുപക്ഷെ യുദ്ധം നിർത്തിയേക്കാം എന്ന സൂചന. ഇങ്ങനെ മാറ്റിയും മറിച്ചും പറയുന്നത് വിശകലനം ചെയ്യാൻ നോക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതവിടെ വിട്ടേക്കൂ. യുദ്ധസമയത്ത് പറയുന്ന ചില ജൽപ്പനങ്ങൾ മറ്റൊരു രാജ്യത്തെ, മറുപക്ഷത്ത് നിൽക്കുന്ന രാജ്യത്തിൻ്റെ ചിന്തകളെ ഒന്ന് വഴിതെറ്റിക്കുക.
ആ ഒരു പ്രയത്നം എന്നതിൽ കൂടുതൽ ഒന്നും തന്നെ ഇതിനകത്ത് വായിച്ചെടുക്കാനില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയ്ക്ക് ആത്യന്തികമായി പിൻവാങ്ങേണ്ടി വരും. അമേരിക്ക അവിടെ ഉദ്ദേശങ്ങൾ പൂർത്തീകരിച്ചു, അതുകൊണ്ട് ഞങ്ങൾക്ക് പൂർണ്ണ വിജയം എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറും. ഇറാനും പറയും തങ്ങൾക്കും പൂർണ്ണ വിജയം. അതുകൊണ്ട് ഇത് സമനിലയിൽ പിരിഞ്ഞു എന്നാവും ആത്യന്തികമായി മനുഷ്യർ കരുതുക. ഇത് ഇറാനും ജയം ക്ലെയിം ചെയ്യും, അമേരിക്കയും വിജയം ക്ലെയിം ചെയ്യും. അല്ല എങ്കിൽ അമേരിക്കയ്ക്ക് പൂർണ്ണ വിജയം ക്ലെയിം ചെയ്യണമെങ്കിൽ അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ കരയുദ്ധമില്ലാതെ തന്നെ ഇറാനുള്ളിൽ അമേരിക്കയ്ക്ക് അനുകൂലമാകുന്ന രീതിയിൽ ഒരു ഭരണ കൈമാറ്റം ഉണ്ടാകണം. സൂചനകളൊന്നും തന്നെ ഇപ്പോൾ കാണാനുമില്ല. ഇറാന്റെ ഭരണ സംവിധാനത്തെ തകർക്കുന്നത് എളുപ്പമല്ല എന്ന അമേരിക്കൻ രഹസ്യാന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് കൂടി പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല, ഇറാനെതിരെയുള്ള സൈനിക നടപടിക്കായി ഓരോ ദിവസവും US ചെലവഴിക്കുന്നത് ഏകദേശം $891 മില്യൺ, അതായത് ഏകദേശം 8200 കോടി രൂപയോളമാണ് എന്ന റിപ്പോർട്ടുകളുമുണ്ട്. അപ്പോൾ യുദ്ധം നിർത്തേണ്ട അവസ്ഥയിലാണോ അമേരിക്ക? ശരിക്കും ഒരു പത്മവ്യൂഹത്തിൽപ്പെട്ടു. കോസ്റ്റ് ഓഫ് വാർ 8200 കോടി രൂപ, ഇന്ത്യൻ രൂപയ്ക്ക് തുല്യമായ തുക ഓരോ ദിവസവും ചെലവഴിക്കാൻ തക്ക സാമ്പത്തിക ആരോഗ്യം ലോകത്തെ 1-ാം നമ്പർ സമ്പദ് വ്യവസ്ഥയായ അമേരിക്കയ്ക്കുണ്ടോ എന്നാണ് ചോദ്യം. പക്ഷേ ചരിത്രപരമായി നോക്കുമ്പോൾ അമേരിക്ക ഗൾഫ് യുദ്ധം, 1-ാം ഗൾഫ് യുദ്ധത്തിലും 2-ാം ഗൾഫ് യുദ്ധത്തിലും നെയ്റ്റോ സഖ്യ കക്ഷികളുടെ തലപ്പത്ത് നിന്നുകൊണ്ടാണ് യുദ്ധം ചെയ്തത്. അത് അമേരിക്കയുടെ യുദ്ധമായിരുന്നില്ല, നെയ്റ്റോയുടെ യുദ്ധമായിരുന്നു. ഇപ്പോഴിതാ ഇത് അമേരിക്കയുടെ മാത്രം യുദ്ധമാണ്, ഇസ്രായേലിന് വേണ്ടി, അല്ലെങ്കിൽ ഇസ്രായേൽ അമേരിക്ക ചേർന്ന യുദ്ധം. ചരിത്രപരമായി ആ നേരത്തെ സൂചിപ്പിച്ച 1-ാം ഗൾഫ് യുദ്ധത്തിലും 2-ാം ഗൾഫ് യുദ്ധത്തിലും അമേരിക്ക മുടക്കിയ ചിലവിൻ്റെ ഏതാണ്ട് 90% അമേരിക്ക തിരിച്ചു പിടിച്ചു, സഖ്യകക്ഷികളിൽ നിന്നും തിരിച്ചു പിടിച്ചു. കേവലം 7% മാത്രമാണ് യഥാർത്ഥത്തിൽ അമേരിക്കയുടെ കോൺട്രിബ്യൂഷൻ ഇൻ ദ നെറ്റ് അനാലിസിസ്. മറ്റ് പല രീതിയിലാണ് അത് ഈടാക്കുന്നത്, പണമായി മാത്രമല്ല പല രീതിയിലാണ് ഈടാക്കുന്നത്. അതാണ് ഒരു റിപ്പോർട്ട് ഞാൻ കണ്ടത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ യുദ്ധം അങ്ങനെയാവില്ല. അവിടെയാണ് നെയ്റ്റോ സഖ്യകക്ഷികൾ നേരിട്ട് പങ്കെടുക്കുന്നില്ല. സ്പെയിൻ എന്ന നെയ്റ്റോ സഖ്യകക്ഷി വിയോജിച്ചിരിക്കുന്നു, യുദ്ധത്തോട് തന്നെ വിയോജിച്ചിരിക്കുന്നു. അമേരിക്കയുടെ ഫൈറ്റർ പ്ലെയിൻസ്, അമേരിക്കയുടെ വാർ മെഷീനറി സ്പെയിനിൽ കേന്ദ്രീകരിക്കാൻ അനുവാദം പോലും കൊടുത്തിട്ടില്ല. ബ്രിട്ടൻ വളരെ റിലക്റ്റൻ്റ് ആയിരുന്നു യുദ്ധത്തിന് തുടക്കത്തിൽ. പിന്നീട് ബ്രിട്ടീഷ് വ്യോമതാവളം ആക്രമിച്ചപ്പോൾ, സൈപ്രസിൽ വെച്ച് ആക്രമിച്ചപ്പോൾ ബ്രിട്ടന് നിലപാടെടുക്കേണ്ടി വന്നു. അപ്പോഴും ബ്രിട്ടീഷുകാർ പൂർണ്ണ മനസ്സോടുകൂടിയല്ല. അതുകൊണ്ടാണ് ട്രംപ് ബ്രിട്ടനോട് ഇണങ്ങിയും പിണങ്ങിയുമൊക്കെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുന്നത്. അങ്ങനെയാണ്. അതുകൊണ്ട് നെയ്റ്റോ മടിച്ചു നിൽക്കുകയാണ്. അതുകൊണ്ട് അവർക്കറിയാം ഇപ്പോൾ ട്രംപ് ബിസിനസ് കാഴ്ചപ്പാടിലെ എല്ലാം കാണൂ. അതുകൊണ്ട് തങ്ങളുടെ സമ്പദ് വ്യവസ്ഥ കൂടി നടുപൊടിയുന്ന രീതിയിൽ ഒരു യുദ്ധത്തിൽ ഇടപെടാൻ, അല്ലെങ്കിൽ അമേരിക്കയോടൊപ്പം ചേർന്ന് യുദ്ധം ചെയ്യാൻ യൂറോപ്യൻ ശക്തികൾ തയ്യാറാവില്ല. അത് മാത്രമല്ല അമേരിക്ക മതിയാണ്, ഇത് അമേരിക്കയുടെ യുദ്ധമാണല്ലോ. ആഫ്റ്റർ ഓൾ ഇസ്രയേലും അമേരിക്കയും അതിൻ്റെ പണം മുഴുവൻ എടുക്കട്ടെ. ഇനി ഇസ്രയേലിനോട് വലിയ തുക അമേരിക്കയ്ക്ക് ചോദിച്ചു വാങ്ങാനുമാവില്ല. ഇസ്രയേലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ വലിയ തുക ചോദിച്ചു വാങ്ങാനുമാവില്ല. പിന്നെ ഉള്ളത് ഏതെങ്കിലും രീതിയിൽ ഈടാക്കിയെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് പൂർണ്ണമായും ഗൾഫ് രാജ്യങ്ങളുടെ കയ്യിൽ നിന്നും ആയിരിക്കും. അത് നേരിട്ട് ഇൻ ക്യാഷ് ആയിരിക്കില്ല, ബട്ട് ഇൻ കൈൻഡ്. അമേരിക്ക കൂടുതൽ ആയുധങ്ങൾ ഗൾഫ് രാജ്യങ്ങൾക്ക് ഭാവിയിൽ വിൽക്കുക വഴി ഉണ്ടാക്കുന്ന ഒരു സ്പൈറലിംഗ് ഇഫക്റ്റ് ഉണ്ട്. അതുപോലെ മറ്റു രൂപത്തിൽ. അതുകൊണ്ട് ഏത് രൂപത്തിലാണ് അമേരിക്ക പണം ഈടാക്കാൻ പോകുന്നത് എന്നറിയില്ല. എന്തു വന്നാലും തങ്ങളുടെ പണം കൊണ്ട് തങ്ങളൊരു യുദ്ധം നടത്തി നടുപൊടിയുന്ന ഒരു പണി ഡൊണാൾഡ് ട്രംപ് എന്ന ബിസിനസ്സുകാരൻ ചെയ്യില്ല എന്ന് തന്നെയാണ് എല്ലാവരും കരുതുന്നത്. പക്ഷേ എങ്ങനെ ഈടാക്കും എന്നതിനെക്കുറിച്ച് വിവിധങ്ങളായ അഭിപ്രായങ്ങൾ ഉണ്ടാകും. അതുകൊണ്ടാണ് കോസ്റ്റ് ഓഫ് വാർ ഈസ് സർട്ടൻലി വെരി ഹൈ. ലോങ് ടേം അത് സസ്റ്റെയിൻ ചെയ്യാനാവില്ല. ഈടാക്കുമെങ്കിലും ഇല്ലെങ്കിലും അത് അമേരിക്കയ്ക്ക് തന്നെ ബുദ്ധിമുട്ടാണ്. ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ വിൽക്കാനില്ലാതെ വരുമ്പോൾ എണ്ണ പുറത്തോട്ട് കൊണ്ടുപോകാനാവില്ലല്ലോ. അവിടെ പ്രൊഡക്ഷൻ നിൽക്കുകയാണ്, അവിടെ ഇൻവെൻട്രീസ് കെട്ടിക്കിടക്കുകയാണ്. സംഭരണശാലകൾ പൂർണ്ണതോതിൽ തന്നെ ഈ സംഭരിച്ച് വെച്ച് കഴിഞ്ഞു. ആ സംഭരണശാലകളിലേക്ക് കൂടി ആക്രമണം വന്നാലോ? ഇപ്പോൾ ഇതാ ഡീസാലിനേഷൻ പ്ലാന്റുകളിൽ ആക്രമണം അങ്ങോട്ടും ഇങ്ങോട്ടും. ഇറാൻ്റെ അവിടെയൊക്കെ വെള്ളം, കടൽ ജലം കരയിലേക്ക് കയറ്റി ശുദ്ധീകരണ പ്ലാന്റുകളിൽ ഡീസാലിനേഷൻ, ഉപ്പുവെള്ളം കളഞ്ഞ് ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കി മാറ്റുന്ന പ്ലാന്റുകളാണ്. ആ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് 2 രാജ്യങ്ങളും ആക്രമണം നടക്കുന്നു. അമേരിക്ക ഇറാനിലേക്കും, ഇറാൻ ഈ ശുദ്ധീകരണ പ്ലാന്റുകളിലേക്ക്, ഗൾഫ് രാജ്യങ്ങളിലേക്കും ആക്രമണം വ്യാപിപ്പിക്കുമ്പോൾ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് ഇറ്റ്സ് ലൈക്ക് ഹിറ്റിംഗ് ബിലോ ദ ബെൽറ്റ്. അതുകൊണ്ട് തീർച്ചയായും അതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം വളരെ വലുതാണ്. അധികകാലം ഇതങ്ങനെ നീണ്ടു നിൽക്കാൻ ആവില്ല എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. 2 കൂട്ടർക്കും പിന്നോട്ട് പോകേണ്ടി വരും. അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ തന്നെ വല്ലാതെ സാമ്പത്തികമായി ബുദ്ധിമുട്ടാകും. അവർക്ക്
എണ്ണ വിൽക്കാനാവാതെ വരുമ്പോൾ അവർ പട്ടിണി കിടക്കുമെന്നല്ല ഞാൻ പറഞ്ഞു വരുന്നത്. അവരുടെ നിക്ഷേപങ്ങൾ വലിയ തോതിൽ വിദേശ രാജ്യങ്ങളിലുണ്ട്. അവർ പിണക്കാനാവില്ല. അതിൽ നല്ലത് പങ്കും ബ്രിട്ടനിലും അമേരിക്കയിലും ഒക്കെ തന്നെയാണ്. പ്രഭു കുടുംബങ്ങളുടെ, ഷെയ്ഖുമാരുടെ, രാജാക്കന്മാരുടെ ഒക്കെ ആസ്തികളാണ്. അതൊക്കെ സംരക്ഷിക്കപ്പെടും. പക്ഷേ സാധാരണ ജനം ഒരു പ്രക്രിയയിലേക്ക് പണം എത്താനാവാത്ത അവസ്ഥ ഗൾഫിലുണ്ടാകും. അതുണ്ടാക്കുന്ന ഭീതിതമായ ഒരു അവസ്ഥ ഇന്ത്യൻ പ്രവാസികളെ വലച്ചാൽ അത് വലിയ ബുദ്ധിമുട്ടാകും. കേരളത്തിനൊക്കെ അതൊക്കെയാണ്. അതേക്കുറിച്ചൊക്കെയാകും ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതൽ ചർച്ചകൾ നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് യുദ്ധം നീണ്ടു പോകാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. അന്താരാഷ്ട്ര സാഹചര്യങ്ങൾ സസൂക്ഷ്മമായി വിലയിരുത്തുന്ന ഒരാൾ എന്ന നിലയിൽ താങ്കളുടെ ഒരു അനുമാനം എന്താണ്? യുദ്ധം നിർത്തേണ്ട അവസ്ഥയിലാണോ ഇപ്പോൾ കാര്യങ്ങൾ? യുദ്ധത്തിൽ ഇരുപക്ഷവും തളരുകയാണ് എന്ന് അന്താരാഷ്ട്ര വിദഗ്ധർ കൂടി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. യുദ്ധം നിർത്താൻ സമ്മർദ്ദം ആർക്കാണ് കൂടുതൽ? എക്കാലത്തെയും നിലപാട് പറഞ്ഞുകൊള്ളട്ടെ. യുദ്ധം അനാവശ്യമാണ്. ഏത് യുദ്ധവും അനാവശ്യമാണ്. അത് നിലപാടാണ്. പക്ഷം പിടിച്ചുകൊണ്ടുള്ള നിലപാടല്ല. എൻ്റെ സ്നേഹമുള്ള പ്രേക്ഷകർ ഒരുപക്ഷെ ചിലരെങ്കിലും പക്ഷം പിടിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും ഒരു പക്ഷത്ത് ഉറച്ചു നിന്നുകൊണ്ട് അവർക്ക് വേണ്ടി പോരാടുന്ന ഈ യൂട്യൂബേഴ്സിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. പക്ഷേ അത്തരക്കാരനാകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കാനും ആഗ്രഹിക്കുന്നില്ല. മെറിറ്റ് ഓഫ് ദ ഇഷ്യൂ അനുസരിച്ച് ഒരുപക്ഷെ ചില കാര്യങ്ങൾ ശരി എന്നും ചില കാര്യങ്ങൾ തെറ്റ് എന്നും പറഞ്ഞു തന്നിരിക്കും. എപ്പോഴും ഒരാൾ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാകണമെന്നില്ല. എപ്പോഴും അതേ ആൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാകണമെന്നില്ല. ആ അർത്ഥത്തിൽ വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ എല്ലാ അർത്ഥത്തിലും ഞാൻ പറയട്ടെ, ആത്യന്തികമായി ഒരു ബലപ്രയോഗവും വിജയിക്കില്ല. യുദ്ധം വിജയിക്കില്ല എന്നത് രണ്ടു കൂട്ടരും വിജയം ക്ലെയിം ചെയ്യും. അതാണ് പറയുന്നത്. രണ്ടു കൂട്ടരും ക്ലെയിം ചെയ്യും. ഞങ്ങൾ വിജയിച്ചു, അതുകൊണ്ട് പിന്മാറുന്നു. ഇറാനും പറയും ഞങ്ങൾ വിജയിച്ചു, അതുകൊണ്ട് ഞങ്ങൾ എല്ലാം അമേരിക്ക തോറ്റോടി എന്നല്ലേ പറയൂ. അതുകൊണ്ട് വിജയികളില്ലാതെ പോകുന്ന, കൃത്യമായ സമനിലയിൽ പിരിയാൻ പോകുന്ന, അതായെങ്കിൽ സർവനാശം രണ്ടു കൂട്ടർക്കും വ്യത്യസ്തമായ രീതിയിൽ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്ന, ലോകത്തിനെല്ലാം നഷ്ടങ്ങൾ മാത്രം നൽകുന്ന യുദ്ധങ്ങളേ ഉള്ളൂ. ഏത് യുദ്ധവും അങ്ങനെ തന്നെയാണ്. ഇതും തോതിൽ ഏറെ കൂടുതലാണ്. നാശനഷ്ടങ്ങളുടെ അല്ലെങ്കിൽ കൊടുക്കേണ്ട കോസ്റ്റിൻ്റെ ഒരു തോത് നോക്കുമ്പോൾ വളരെ കൂടിയ നാശനഷ്ടങ്ങളാണ്. അതുകൊണ്ട് യുദ്ധം നിർത്താൻ ഇതാണ് പ്രധാന കാരണം. ഈ വിവേകം അമേരിക്കൻ ജനതയ്ക്ക് തോന്നിയാൽ, ഇറാനിയൻ ഭരണകൂടത്തിന് തോന്നിയാൽ, ഇറാൻ ജനതയ്ക്ക് തോന്നിയിട്ട് കാര്യമില്ല. ഇറാൻ ജനത പൂർണ്ണമായി ഭരണകൂടത്തെ നിയന്ത്രിക്കുന്നില്ല. പക്ഷേ അമേരിക്കൻ ഭരണകൂടത്തെ ഇപ്പോഴും നിയന്ത്രിക്കാൻ അമേരിക്കയുടെ പൊതുജനാഭിപ്രായത്തിനും അതിൻ്റെ ഘടനകൾക്കും കഴിയുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് there is an element of no return, there is a point of no return, ഒരു ഫ്യൂട്ടിലിറ്റി, നിരർത്ഥകത തോന്നുന്നൊരു നിമിഷമുണ്ട്. അതൊരു പക്ഷേ ഏതാനും ആഴ്ചകൾക്കുള്ളിൽ അത് സംഭവിക്കാം. അങ്ങനെ സ്വാഭാവികമായി ഇത് ഫിസിൽ ഔട്ട് ചെയ്യും. അപ്പോൾ തലയൂരാൻ വേണ്ടി നടത്തുന്ന ഒരുപാട് പ്രസ്താവന സാഹിത്യം ഈ ലോകം കേൾക്കും. അപ്പോൾ ഇപ്പോഴങ്ങനെയല്ലല്ലോ പറഞ്ഞത്, അങ്ങനെയല്ലല്ലോ ഇപ്പോൾ പറഞ്ഞത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നാളെ എന്താണ് ഓരോരുത്തർ പറയാൻ പോകുന്നത്, അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് എന്താണ് പറയാൻ പോകുന്നത് എന്ന് ഇവിടെ ഇരുന്നുകൊണ്ട് ഇപ്പോൾ ഗണിച്ചറിയാൻ നമുക്ക് ആർക്കും കഴിയില്ലല്ലോ. അതുകൊണ്ടാണ് ന്യായീകരണങ്ങളായിരിക്കും യുദ്ധം അവസാനിക്കുന്ന ഘട്ടത്തിൽ കേൾക്കാൻ പോകുന്നത്. അവസാനിക്കും എന്നതിന് യാതൊരു തർക്കവുമില്ല. വളരെ പെട്ടെന്ന് തന്നെ, നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാൾ വളരെ പെട്ടെന്ന് തന്നെ യുദ്ധം അവസാനിക്കട്ടെ എന്നാണ്. കാരണം ആർക്കും ആത്യന്തികമായ വിജയമില്ല എന്ന് വരുമ്പോൾ വിവേകമുള്ളവർ പിൻവാങ്ങും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ലക്ഷ്യം പാളുന്ന പക്ഷം യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള പദ്ധതി US മുൻകൂട്ടി തയ്യാറാക്കിയിട്ടില്ല എന്ന വിലയിരുത്തലുകൾ ഇപ്പോൾ തന്നെ പുറത്തു വരുന്നുണ്ട്. ഇറാന്റെ പ്രത്യാക്രമണം നീണ്ടുപോകാനുള്ള സാധ്യതയാണ് നിലവിൽ നമ്മൾ കാണുന്നതും. അപ്പോൾ ഇന്ത്യ പാക് യുദ്ധം അവസാനിച്ചു എന്ന് ട്രൂത്ത് സോഷ്യലിൽ പോസ്റ്റ് ഇട്ടതുപോലെ ഇറാൻ യുദ്ധം അവസാനിച്ചു, ഞങ്ങൾ ജയിച്ചു എന്ന ഒരു ട്രംപിന്റെ ട്വീറ്റ് വൈകാതെ പ്രതീക്ഷിക്കേണ്ടി വരുമോ ഈ ഒരു സാഹചര്യത്തിൽ? ഉറപ്പായും പ്രതീക്ഷിക്കാം. ഉറപ്പായും അങ്ങനെ ഒരു പ്രഖ്യാപനം ട്രൂത്ത് സോഷ്യലിലൂടെയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാധ്യമങ്ങളിലൂടെയോ നേരിട്ടോ ഒക്കെ തന്നെ അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിക്കാം. ഒരു കക്ഷിയും പറയില്ല ഈ തിരഞ്ഞെടുപ്പിൽ തോറ്റു പോകുന്ന ഒരു സ്ഥാനാർത്ഥിയും അത് കഴിയുമ്പോൾ, വോട്ടെണ്ണി കഴിയുമ്പോൾ പറയും താനായിരുന്നു ജയിക്കേണ്ടത്, ചില പ്രത്യേക കാരണങ്ങളാൽ എണ്ണി അപ്പോൾ ഇങ്ങനെയായി എന്ന് പറയുന്നത് കേട്ടിട്ടില്ലേ? അതുപോലെ തന്നെയാണ് സംഭവിക്കുന്നത്. തങ്ങളുടെ ഉദ്ദേശങ്ങൾ, ഞങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ ഉദ്ദേശിച്ച ഈ ഭരണമാറ്റം നടന്നില്ലായിരിക്കാം, പക്ഷേ അതൊഴിച്ച് മറ്റേ ഞങ്ങൾ ആഗ്രഹിച്ച എല്ലാം നടന്നു, അതുകൊണ്ട് ഞങ്ങൾ പിന്മാറിയിരിക്കുന്നു, വിജയിച്ച് തന്നെ പിന്മാറിയിരിക്കുന്നു. വിജയിച്ചു കഴിഞ്ഞ് പിന്നെ തുടരേണ്ട ആവശ്യമില്ലല്ലോ, പിന്മാറിയിരിക്കുന്നു എന്ന് പറയാം. അതുകൊണ്ട് ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു രീതിയിലും യുദ്ധത്തിൻ്റെ ഒരു പൂർണ്ണമായി ഇറാനെ കീഴടക്കുക എന്ന അമേരിക്കൻ പദ്ധതി, അങ്ങനെയാണ് അമേരിക്ക ആഗ്രഹിക്കുന്നതെങ്കിൽ അത് സാധിക്കില്ല. ഇനി അമേരിക്ക
ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഇറാനിലൊരു ഭരണമാറ്റം വരുന്നു എന്ന് തന്നെ കരുതുക. അങ്ങനെയെങ്കിൽ പോലും നാളെ മുതൽ അവിടെ ആഭ്യന്തര കലഹത്തിലേക്ക് ഇറാൻ പോവില്ല. ആ ഭരണം അടിച്ചേൽപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലായി ട്രസ്റ്റ് ചെയ്ത് എത്തിച്ചേരുന്ന ഒരു ഭരണകൂടത്തെ ജനങ്ങൾ സർവ്വഥാ സ്വീകരിക്കും എന്ന് എങ്ങനെ പറയാനാവും? അതുകൊണ്ട് വലിയ ദീർഘകാലം നീണ്ടു നിൽക്കുന്ന ആഭ്യന്തര കലഹത്തിലേക്ക് ഇറാൻ പോയേക്കാം. ആ ആഭ്യന്തര കലഹം ആത്യന്തികമായി ഈ മിലിഷ്യകളിലേക്ക് എത്തും. പല ഷിയ മിലിഷ്യകൾ അവിടെ തഴച്ചു വളരും. അവരുടെ കയ്യിലേക്ക് പല ഗ്രൂപ്പുകൾ ആയുധങ്ങൾ എത്തിക്കും. അവർ പരസ്പരം പോരാടും. വംശീയ വിഭാഗങ്ങൾ പരസ്പരം പോരാടാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അപ്പം പൂർണ്ണമായി യോജിക്കാവുന്ന, ഇറാൻ ജനതയ്ക്ക് യോജിക്കാവുന്ന ഒരു ഭരണകൂടത്തിൽ എത്തി നിൽക്കുന്നില്ല എങ്കിൽ അരാജകത്വമായിരിക്കും ഫലം. ആ അരാജകത്വത്തിന് അമേരിക്കയ്ക്ക് വലിയ വില കൊടുക്കേണ്ടി വരും. കാരണം അഫ്ഗാനിസ്ഥാനിൽ ഉണ്ടാക്കിയ അരാജകത്വം, ആ അരാജകത്വത്തിൻ്റെ ഇരയായത് അമേരിക്കയാണ്. ഒസാമ ബിൻ ലാഡനെ സഹായിച്ച കാര്യമാണ് പറയുന്നത്. ഒസാമ ബിൻ ലാഡനെ അഫ്ഗാനിസ്ഥാനിലെ സോവിയറ്റ് ഇടപെടലിനെതിരെ പോരാടാനായി നിയോഗിച്ചപ്പോൾ ഒരു നാൾ ഒസാമ ബിൻ ലാഡൻ തങ്ങൾക്കെതിരെ തന്നെ തിരിയുമെന്ന് സ്വപ്നേന അമേരിക്ക വിചാരിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ അങ്ങനെയല്ലേ സംഭവിച്ചത്? സമാനമായ രീതിയിൽ തീവ്രവാദ ഗ്രൂപ്പുകൾ, ഭീകര ഗ്രൂപ്പുകൾ ഇറാനിൽ നിലവിലില്ല. ഇറാൻ ഭീകരതയെ വളർത്തുന്നു എന്ന ആരോപണമുണ്ട്. ഹമാസ്, ഹിസ്ബുള്ള, ഹൂതി അവരൊക്കെ സ്വാതന്ത്ര്യ സമര സേനാനികളാണെന്ന് ചിലരും, അവർ തീവ്ര സംഘങ്ങളാണെന്നും ജസ്റ്റ് മിലിഷ്യകളാണെന്ന് മറ്റുള്ളവരും, പാർട്ടികളാണെന്ന് മറ്റുള്ളവരും ഒക്കെ വിവിധങ്ങളായ രീതിയിൽ വ്യാഖ്യാനിക്കുന്നു. പക്ഷേ തീർച്ചയായും ഇറാൻ വലിയ രീതിയിലുള്ള വിധ്വംസക പ്രവർത്തനത്തിന് ആളും അർത്ഥവും നൽകി സഹായിച്ചിട്ടുണ്ട്. പക്ഷേ ഇറാനുള്ളിൽ ഭീകര ഗ്രൂപ്പുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കാൻ ഇറാൻ അനുവദിച്ചിട്ടില്ല. പക്ഷേ ഒരു അരാജകത്വം വന്നാൽ, ഭരണകൂടം ദുർബലമായാൽ, ഈ ഭരണകൂടം മാറി മറ്റൊന്ന് അമേരിക്ക ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒന്ന് കൊണ്ടുവന്നാൽ, അത് അംഗീകരിക്കപ്പെടാതിരുന്നാൽ ജനം തെരുവിലിറങ്ങുകയും ആയുധം കയ്യിലെടുക്കുകയും മിലിഷ്യകളിലേക്ക് ഈ രീതികൾ മാറുകയും ചെയ്താൽ ആത്യന്തികമായി അത് അമേരിക്കയ്ക്ക് തിരിഞ്ഞു കൊത്താനുള്ള സാധ്യത ഇപ്പോൾ തള്ളിക്കളയാനാവില്ല. ആ രീതിയിൽ ചിന്തിക്കുന്നവർ പറയുന്ന കാര്യങ്ങൾ സാഗൂതം കേട്ട് ഡിസിഷൻ മേക്കേഴ്സ്, അമേരിക്കയുടെ ഈ മാഗ ക്യാമ്പ് റീഡിഫൈൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അവരുടെ ഒബ്ജക്റ്റീവ്സ് റീഡിഫൈൻ ചെയ്യേണ്ട കാലം കഴിഞ്ഞു. അവരുടെ ഡൈനമിക്സ്, അവരുടെ മോഡസ് ഓപ്പറാൻഡി, അതായത് അവരുടെ പ്രവർത്തന രീതി റീഡിഫൈൻ ചെയ്യേണ്ടി വന്നു. വേണ്ട മാറ്റങ്ങൾ വരുത്തണം. മാഗ എന്ന് പറഞ്ഞു പോയില്ലേ, എന്നാൽ പിന്നെ ഞങ്ങൾ ആക്രമിച്ച് തന്നെ ലോകത്തെ കീഴടക്കാം. ഒറിജിനലി മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ എന്ന് പറയുമ്പോൾ അവിടെ അമേരിക്കയുടെ ആക്രമണ പദ്ധതി ഇല്ലായിരുന്നു എന്ന് ഓർക്കണം. സമാധാനത്തിലൂടെ, സമന്വയത്തിലൂടെ അമേരിക്കയുടെ കാര്യം മാത്രം നോക്കിക്കൊണ്ട് അന്യ ലോകത്തെ മറ്റ് ശാക്തിക സമവാക്യങ്ങളിൽ ഇടപെടാതെ അമേരിക്ക ഏതാണ്ട് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മൺട്രോ ഡോക്ട്രിന് സമാനമായ ഒരു ഡോക്ട്രിനാണ് അത് മാഗ. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ വിത്തൗട്ട് ഇൻ്റർഫിയറിങ് ഇൻ അതർ കൺട്രീസ് അഫയേഴ്സ്. ഇതാണ് ഒറിജിനൽ മാഗ. ഒറിജിനൽ മാഗ തിരിച്ചു പിടിക്കണമെന്ന് അമേരിക്കൻ ജനതയുടെ നല്ലൊരു പങ്ക് ആവശ്യപ്പെടാം. അത് അവസാനം ട്രംപിന് ഉൾപ്പെടെ ചെവി കൊടുക്കേണ്ടി വരും. അല്ലെങ്കിൽ ട്രംപിന് സ്ഥാനത്യാഗം ചെയ്യേണ്ട ആത്യന്തികമൊരു അവസ്ഥയിലേക്ക് പോലും അത് വന്നേക്കാം. ഇംപീച്ച്മെൻറ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വ്യക്തമായ ക്ലോസ് വേണം. ഇംപീച്ച്മെൻറ്റ് ചുമ്മാ അങ്ങ് പ്രസിഡന്റ് ഒരു യുദ്ധത്തിൽ ഏർപ്പെട്ടു അതുകൊണ്ട് അങ്ങ് ഇംപീച്ച് ചെയ്യാമെന്നൊന്നും പറയാനൊക്കില്ല. വ്യക്തമായ കാരണങ്ങളാൽ മാത്രമേ ഇംപീച്ച് ചെയ്യാനൊക്കൂ. എപ്സ്റ്റീൻ ഫയലിനെയൊക്കെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് ആ ഒരു അർത്ഥത്തിലാണ്. എപ്സ്റ്റീൻ ഫയലും ഈ യുദ്ധവും തമ്മിൽ എന്ത് ബന്ധമെന്ന് കൂടുതൽ ഗൗരവമായി ഇപ്പോൾ ആളുകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. വെളിയിലല്ല, അമേരിക്കയ്ക്കുള്ളിൽ. അതുകൊണ്ട് ഇതെങ്ങനെയാണ് പാൻ ഔട്ട് ചെയ്യുന്നത് എന്ന് കൃത്യമായി നമുക്ക് സൂക്ഷ്മമായി നിരീക്ഷിക്കേണ്ടതുണ്ട്. ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രതീക്ഷിച്ചതിനേക്കാൾ മാരകമായിരുന്നു ഇറാന്റെ തിരിച്ചടി. വലിയ നാശനഷ്ടങ്ങൾ ഇറാനുണ്ടായതുപോലെ ഇസ്രയേലിനും ഉണ്ടായിട്ടുണ്ട്. അതൊന്നും പുറത്തു വരാതിരിക്കാനാണ് ബാർക്ക് റേറ്റിംഗ് ഉൾപ്പെടെ തടഞ്ഞത് എന്നൊക്കെയാണ്. അതിൽ എത്രത്തോളം വസ്തുതയുണ്ട്? അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ബാർക്ക് റേറ്റിംഗ്, അതായത് ടെലിവിഷൻ ചാനലുകളുടെ റേറ്റിംഗ്, വ്യൂവർഷിപ്പ് അടിസ്ഥാനപ്പെടുത്തി ഏറ്റവും അധികം കാണുന്ന ചാനൽ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റീച്ച് ഉണ്ടാക്കുന്ന ചാനൽ, അങ്ങനെ മലയാളത്തിലെ 10 ചാനലുകൾ, ഇപ്പം ബിഗ് TV ഉൾപ്പെടെ 11 ചാനലുകളാണുള്ളത്. അതിലൊരു ചാനൽ ബാർക്ക് റേറ്റിംഗ് സംവിധാനത്തിൽ നിന്നും മാറി നിൽക്കുന്നു. അപ്പോൾ നിലവിൽ 9-10 ചാനലുകൾ ഉൾപ്പെടുന്ന ബാർക്ക് റേറ്റിംഗ് സംവിധാനം ഉൾപ്പെടെ യുദ്ധം കൊഴുപ്പിച്ച് നിർത്തി ആളെ കൂട്ടി ഇല്ലാ കഥകൾ ചില പറഞ്ഞുകൊണ്ടും ഊതിപ്പെരുപ്പിച്ച കണക്കുകൾ പറഞ്ഞുകൊണ്ടും യുദ്ധത്തെ വൈകാരികവൽക്കരിച്ചുകൊണ്ടും ഒരു പരിധിവരെ കമ്മ്യൂണൽ ഡിവൈഡ് പോലും ഉണ്ടാകത്തക്ക രീതിയിൽ മനസ്സുകളെ 2 പോൾസായി പോളറൈസ്ഡാക്കി ധ്രുവീകരിച്ച് നിർത്തുകയും ചെയ്യുക വഴി പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ. ഇതിനകത്തൊരു ധ്രുവീകരണമില്ലേ? ഇറാനെ പിന്തുണയ്ക്കുന്ന ഒരു വിഭാഗം, അമേരിക്കയും ഇസ്രായേലിനും പിന്തുണയ്ക്കുന്ന മറ്റൊരു വിഭാഗം, ഇങ്ങനെ പരസ്പരം ചേരി തിരിഞ്ഞ് നിന്നുകൊണ്ട് മുഖാമുഖം കമൻറ്റുകളിട്ടും
അല്ലാതെ പഴി പറഞ്ഞുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്വാ വിളിച്ചുകൊണ്ടും ഒക്കെ മാധ്യമങ്ങൾ രംഗം കൊഴുപ്പിക്കാൻ ആളുകളെ കൂടെ സോഷ്യൽ മീഡിയ ഒക്കെ ഉൾപ്പെടെ വരുമ്പോൾ ആളുകളെ ഇത് കൊഴുപ്പിച്ച് നിർത്തുകയാണ്. ഒരു വള്ളംകളി മത്സരം ഇങ്ങനെ കൊഴുപ്പിച്ച് നിർത്തുന്നത് പോലെ ഇതൊരു റണ്ണിങ് കമൻട്രി അല്ല. യുദ്ധത്തെക്കുറിച്ചുള്ള റണ്ണിങ് കമൻട്രിയോ അല്ലെങ്കിൽ ആവേശ തിരയിളക്കുന്നതോ അല്ലെങ്കിൽ കുറേ മുദ്രാവാക്യം വിളികളോ അല്ല എന്ന് ഓർക്കണം. രാഷ്ട്രീയ കക്ഷികൾ പോലും മുതലെടുപ്പിന് അവസരം നോക്കി നിൽക്കുന്നു. 4 വോട്ട് ആ കെയർ ഓഫിൽ ഇനി പലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചില മുസ്ലിം വ്യക്തിത്വങ്ങളുടെ വോട്ടുകൾ കിട്ടുമോ, അല്ലെങ്കിൽ ഇറാൻ അനുകൂലമായ പ്രസ്താവന നടത്തിക്കൊണ്ട് മുസ്ലിം വോട്ടുകൾ കിറ്റിയിലാക്കാമോ, വോട്ട് ബാങ്കുകൾ സൃഷ്ടിക്കാമോ, ഇസ്രായേൽ അനുകൂലമായി പറഞ്ഞുകൊണ്ട് മറ്റെന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാക്കാമോ എന്നൊക്കെയുള്ള ചിന്തയിലാണ് രാഷ്ട്രീയ കക്ഷികളും മാധ്യമങ്ങളും. അവരെ പിന്തുണയ്ക്കുന്ന മാധ്യമങ്ങളും ഉണ്ട്, അവരെ എതിർക്കുന്ന മാധ്യമങ്ങളും എല്ലാം ഉണ്ട്. അതുകൊണ്ടാണ് ബാർക്ക് റേറ്റിംഗ് വലിയ രീതിയിൽ വിപത്താകുന്നു. ഒരു മാസത്തേക്ക് അത് വേണ്ട എന്ന തീരുമാനം ശുഭോദർക്കമായ ഒരു കാര്യമാണ് ഈ പശ്ചാത്തലത്തിൽ. അതാണ് ഒരു കാര്യം. 2, സെൻസർഷിപ്പാണ്. യുദ്ധരംഗത്ത് നിന്നും പുറത്തു വരുന്ന വാർത്തകളാണ് നമ്മുടെ ഏക ആശ്രയം. എന്ത് വിശകലനം നടത്തിയാലും, ഞാനുൾപ്പെടെ എന്ത് വിശകലനം നടത്തിയാലും വിവിധങ്ങളായ ലോക ഏജൻസികൾ, ഇന്ത്യൻ ഏജൻസികളും മലയാളി ഏജൻസികളും ലോക ഏജൻസികളും പുറത്തു കൊണ്ടുവരുന്ന ചില റിപ്പോർട്ടുകൾ, ആ റിപ്പോർട്ടുകൾ ഓരോ ടെലിവിഷൻ ചാനലിലും വാർത്താ മാധ്യമത്തിനും പത്രത്തിനും ഒക്കെ അവരുടേതായ ചില വെസ്റ്റഡ് ഇൻട്രസ്റ്റുകൾ ഉണ്ടാകാം, ബിസിനസ് മോഡൽസ് ഉണ്ടാകാം. ഇതൊക്കെ ഹരിച്ച് ഗുണിച്ച് കൂട്ടിക്കിഴിച്ച് എടുത്തതിന് ശേഷം വേണം കതിരും പതിരും തിരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ. കാരണം നമ്മൾ യുദ്ധം മനസ്സിലാക്കുക, സാഹചര്യം മനസ്സിലാക്കുക, വരും വരാളിനെക്കുറിച്ച് ഒരു കൃത്യമായ ഒരു ഊഹം മാത്രമേ പറ്റൂ. നാളെ എന്താണ്, അടുത്ത നിമിഷം എന്താണ് ലോകത്ത് സംഭവിക്കുന്നത് എന്ന് അറിയാത്തവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് ഊഹിക്കാനേ പറ്റൂ. അങ്ങനെയാണ് നമ്മുടെ നിഗമനങ്ങൾ, അല്ലെങ്കിൽ സംഭവിച്ചതിൻ്റെ പൊരുൾ തിരിച്ചെടുക്കുക, അത് മാത്രമാണ് ചെയ്യാനാവുന്നത്. അവിടെ ഇസ്രയേൽ നാശനഷ്ടങ്ങളെ ഉണ്ടായിട്ടില്ല, കാര്യമായ നാശനഷ്ടം ഉണ്ടായിട്ടില്ല എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി വെള്ളം തൊടാതെ വിഴുങ്ങാനാവുമോ? ഇല്ല എന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതിശക്തമായ സെൻസർഷിപ്പ് ഉണ്ട്. അവിടെ നിന്നൊരു വാർത്ത വെളിയിലോട്ട് വരാൻ ജനാധിപത്യ ലോകമൊക്കെയാണ്. പക്ഷേ മാധ്യമങ്ങൾക്ക് അത് ഫോട്ടോ എടുക്കാനോ, വ്യക്തികൾക്ക്, ഗൾഫ് രാജ്യങ്ങൾ ഉൾപ്പെടെ, ഇസ്രായേൽ മാത്രമല്ല GCC രാജ്യങ്ങൾ ഉൾപ്പെടെ ഏതെങ്കിലും ഒരു വിമാനം തകരുന്നു, ഏതെങ്കിലും ഒരു മിസൈൽ ഒരു പ്രത്യേക എടുത്ത് പതിക്കുന്നു, ആ ഫോട്ടോ എടുത്ത് കൃത്യമായി മാധ്യമ സ്ഥാപനങ്ങളെ ഏൽപ്പിച്ചാൽ അവരത് വാങ്ങില്ല, വാങ്ങിയാൽ തന്നെ അത് പ്രസിദ്ധീകരിക്കാൻ അനുവദിക്കില്ല. അപ്പോൾ നാശനഷ്ടങ്ങളുടെ തോത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ വിഷ്വൽസോ റിപ്പോർട്ടുകളോ ഉതകുന്നതല്ല. അതുകൊണ്ട് ഡിസ്റ്റോർട്ടഡ് റിയാലിറ്റിയാണ്. ഉദ്ദേശിക്കുന്നതിനേക്കാൾ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇസ്രായേലിനുള്ളിൽ ഉണ്ടായിരിക്കാം. ഇറാനുള്ള നാശനഷ്ടങ്ങൾ അതും ഊതിപ്പെരുപ്പിച്ച കണക്കാണ്. ആരും ഇറാനിൽ പോയി റിപ്പോർട്ട് ചെയ്തതായിട്ട് എനിക്കറിയില്ല. അപ്പോൾ മാധ്യമങ്ങൾക്ക് കടന്നു ചെന്ന് ഫ്രീ ആയി ഇറാനിലെ നാശനഷ്ടങ്ങൾ അസസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പിന്നെ അമേരിക്ക പുറത്തുവിടുന്ന ഏറിയൽ ബോംബാർഡ്മെൻറ്റിൻ്റെ ആകാശ ചിത്രങ്ങൾ അത് മാത്രം വെച്ചുകൊണ്ട് വിലയിരുത്താനും ബുദ്ധിമുട്ടാണ്. പിന്നെ ഇറാനിയൻ ഗവൺമെൻറ് അംഗീകരിക്കുന്ന ഇത്ര പേര് മരിച്ചു, ഒരു സ്കൂൾ ആക്രമിച്ചു, ഇത്ര പേരാണ് കൊല്ലപ്പെട്ടത്, അങ്ങനെയൊക്കെയുള്ള മാധ്യമങ്ങളിലോട് ഗവൺമെൻറ് ഒഫീഷ്യലി ഇറാനിയൻ ന്യൂസ് ഏജൻസി ഇർണ പറയുന്ന വാക്കുകൾ, ഇതെല്ലാം വെച്ചുകൊണ്ടാണ് നിഗമനങ്ങളിലെത്തുക. അതുകൊണ്ട് പുറത്തു വരുന്ന വാർത്തകൾ പൂർണ്ണമായി സ്ഥിരീകരിക്കാൻ ആകാവുന്നതല്ല. നമ്മുടെ മനസ്സുകളെ സ്വാധീനിക്കാൻ തക്ക രീതിയിൽ ശക്തികൾ 2 കൂട്ടരും ശ്രമിക്കുന്നുണ്ട്. പരമാവധി വാർത്തകളെ വളച്ചൊടിക്കാൻ, ഡിസ്റ്റോർട്ട് ചെയ്യാൻ, വ്യത്യസ്തമായി തങ്ങൾക്ക് അനുകൂലമാകുന്ന ഒരു ചിത്രം ആളുകളുടെ മുന്നിൽ, പ്രേക്ഷകർക്ക് മുന്നിൽ പങ്കുവയ്ക്കാൻ ഒരു ബോധപൂർവമായ ശ്രമം നടക്കുന്നുണ്ട്. ആ പശ്ചാത്തലത്തിൽ വേണം കുറച്ചുകൂടെ സുതാര്യതയ്ക്ക് വേണ്ടിയും കുറച്ചുകൂടെ ശാന്തതയ്ക്ക് വേണ്ടിയുമുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അങ്ങനെ വേണം വായിച്ചെടുക്കാൻ.